സോണ്ട് ഓപ്പണിംഗ് സീനില് ആ പ്രിസണേഴ്സ് അവരെല്ലാവരും പതിവ് പോലെ ആ ജയിലിലുള്ള ഓരോരോ ജോലികൾ ചെയ്യാണ്. അടുത്ത നിമിഷം രണ്ട് സോൾജേഴ്സ് അവിടെ വന്ന് വാസുകയെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ തല്ലാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ജയിലിൽ ചാടാനായിട്ട് ശ്രമിക്കും. ഇവിടെയുള്ള ബാക്കി പ്രിസണേഴ്സിനെ പോലെ നീ ഇവിടെ മര്യാദയ്ക്ക് നിന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരൊരുപാട് തല്ലി അവിടുന്ന് കടന്നു പോവാണ്. അത് കണ്ട് സാസുകയുടെ സെല്ലിലുള്ള ആ മഞ്ഞമുടിയനും അവന്റെ കൂട്ടുകാരനും അവർ രണ്ടുപേരും സാസുകയുടെ അടുത്തേക്ക് ഓടിയെത്തും. എന്തുപറ്റി? ആ സോൾജേഴ്സ് നിന്നെ ആവശ്യമില്ലാതെ തല്ലിയത് കഴിഞ്ഞ ലാസ്റ്റ് നൈറ്റ് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണോ ചോദിക്കും. അതിനവൻ പറയും, അതെ, ആ ചോപ്പൻ ഓഫീസർ അവനാണ് അവരെ പറഞ്ഞു വിട്ട് എന്നെ തല്ലിച്ചത്. പക്ഷെ കുഴപ്പമില്ല, എനിക്കതിൽ യാതൊരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും. അതിനുശേഷം നൈറ്റ് സെല്ലിലേക്ക് മടങ്ങി വരികയാണ്. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ സാസുകയോട് ചോദിക്കും, നിനക്ക് ബോഡിക്ക് നല്ല പെയിൻ ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഡോക്ടറിന്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പുതുതായിട്ട് വന്ന ഡോക്ടർ കാണാൻ അടിപൊളിയാണ്. ഞാൻ ഒരിക്കൽ കണ്ടു, അവളുടെ കയ്യിൽ റിംഗ് ഒന്നുമില്ല. അതിനർത്ഥം അവൾ സിംഗിളാണ്. തീർച്ചയായിട്ടും ഞാൻ തന്നെ അവളെ വളച്ചെടുക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിനാരും വരുന്നില്ല എന്ന് മറുപടി പറയും. മഞ്ഞത്തലേനാണെങ്കിൽ വീണ്ടും പറയും, മാത്രമല്ല നമ്മുടെ ചീഫ് ആളൊരു അഗ്രഗണ്യനാണ്. ആളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില സീക്രട്സ് ഉണ്ട്. ആളുടെ റൂം ഞാൻ ദൂരെ നിന്നേ കണ്ടിട്ടുണ്ട്. അതില് വളരെ റെയർ ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ സാസുവയ്ക്കും ഭയങ്കര അത്ഭുതം. കട്ട് ചെയ്ത ആ ചീഫ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഡൈനോസറുമായിട്ട് അകത്തേക്ക് വരികയാണ്. അപ്പൊ അവിടെ ദൂരത്തായിട്ട് മറ്റൊരു ഡൈനോസറിനെ കാണും. സാസുക കൊന്ന ആ ഒരു ഡൈനോസർ ആക്ച്വലി അവന് രണ്ട് ഡൈനോസേഴ്സ് ഉണ്ട്. അതിലൊന്നിനെ സാസുക കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ആ ഡൈനോസറിനോട് പറയും, തീർച്ചയായിട്ടും എന്നെ പോലെ മറ്റൊന്നിനെ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ പ്രിസണേഴ്സ് എല്ലാവരും തന്നെ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങാണ്. സാസുക മാത്രം എപ്പോഴത്തേതും പോലെ വേഷമൊക്കെ മാറി പതിയെ പുറത്തേക്ക് വരും. ആസുകയാണെങ്കിൽ നൈസായിട്ട് മുൻപോട്ടേക്ക് അങ്ങനെ കടന്നു പോകും. എന്തെങ്കിലും ഒരു ഇന്റൽസ് കളക്ട് ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ അടുത്ത നിമിഷം ആ ഡൈനോസർ ആണെങ്കിൽ അവന്റെ മുൻപിലേക്ക് ചാടി വീണ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സാസുക അവന്റെ സ്ക്രോൾ നിവർത്തി അതിൽ നിന്ന് ഒരു സ്ക്വാഡ് എടുക്കുകയാണ്. പക്ഷെ ആ ഒരു ഡൈനോസർ ആണെങ്കിൽ ഭയങ്കര പവർഫുൾ ആണ്. അത് ചാടി വന്ന് ഇപ്പൊ സാസുകയെ അറ്റാക്ക് ചെയ്യും. അതിന്റെ കയ്യിലെ പോയിസൺ ഇത് ക്ഷണവേഗത്തിൽ അവന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. പോയിസൺ അവന്റെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന അടുത്ത നിമിഷം തന്നെ അവന് പതിയെ തല ചുറ്റാനായിട്ട് ആരംഭിക്കും. ഉടനെ ഒരു ലേഡി അവന്റെ പിന്നാലെ വന്ന് സാസുകയെ ചേർത്ത് പിടിച്ച് ഇപ്പൊ ആ ഒരു ഡൈനോസറിന്റെ നേർക്ക് ഒരു ചുവന്ന തുണി കാണിക്കും. ഡൈനോസർ ആണെങ്കിൽ അത് കാണേണ്ട താമസം ദൂരേക്ക് ഓടുകയാണ്. സാസുകയാണെങ്കിൽ ആ പെൺകുട്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാക്കുറ. അപ്പോഴായിരിക്കും ആ പ്രിസണേഴ്സ് പറഞ്ഞ കാര്യം അവൻ ഓർക്കുക. ആയിട്ടുള്ള ഒരു പുതിയ ഡോക്ടർ വന്നുവെന്നാണ് അവർ പറഞ്ഞത്. സാക്കുറയാണെങ്കിൽ അവനെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. സാസുക ഷോക്കായിട്ട് ചോദിക്കും, സാക്കുറ നീ എങ്ങനെ ഇവിടേക്ക് എത്തി? സാക്കുറയാണെങ്കിൽ കാക്കാശി എടുത്ത ആ ഒരു ബുക്കിലെ ഒരു പേപ്പർ ഇപ്പൊ സാസുകയുടെ കയ്യിൽ കൊടുക്കും. അവരിത് വായിക്കാനായിട്ട് തുടങ്ങും. ഏജ് ഓഫ് സിക്സ് പാത്ത് ആളുടെ ബോഡിയിലെ പെയിൻ അതെങ്ങനെ റിമൂവ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ഒരു പ്രത്യേക തരത്തിലുള്ള വസ്തുവിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ വേദന അകറ്റിയത്. സാസുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും വായിക്കും. വിങ്കിളിൽ നിന്ന് ആ ഒരു ചെറിയ പാർട്ടിക്കിൾ അതെടുത്താൽ മാത്രമേ നറൂട്ടോടെ ആ ഒരു പെയിൻ മാറ്റാനായിട്ട് കഴിയൂ. പക്ഷെ അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. മാപ്പ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ അതിനെക്കുറിച്ച് ഉണ്ടാവുമെന്ന് പറയും. സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാസുവയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ആക്ച്വലി കുറാമ നറൂട്ടോയുടെ ബോഡിയിൽ നിന്ന് പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. സാസുക നീ ഇപ്പൊ ഓക്കെ ആണോ? അതിനവൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. സാക്കുറ എന്താണെങ്കിലും നീ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഇത് വളരെ ബാഡ് ആയിട്ടുള്ള സ്ഥലമാണ്. എത്രയും വേഗം നീ തിരികെ പോകണം. ഇവിടെ ഒരു ദിനോസർ ഉണ്ട്. അതിന്റെ കയ്യിൽപ്പെട്ട എന്റെ അവസ്ഥയെ കഴിഞ്ഞ് മോശമാവും നിന്റെ അവസ്ഥ. അതിന് സാക്കുറ ആണെങ്കിൽ ചിരിക്കും, ഞാനും നിന്നെ പോലെ ഷിനോബിയാണ്. നിന്റെ കെയറിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്നതാണിത്. പക്ഷേ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ സഹായിക്കണം എന്ന് മാത്രമാണ്. ഇതുപോലുള്ള അവസ്ഥകളിൽ ഞാനും നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പിടിച്ചു നിൽക്കാനാവുമെന്ന് പറയും. അത് കേട്ട് സാസുകയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ ആ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ മഞ്ഞത്തലയൻ അവൻ പുറത്തുള്ള കാര്യം അവർ ശ്രദ്ധിക്കുക. സാസുകയാണെങ്കിൽ അവനോട് ചോദിക്കും, എന്തു പറ്റി? നീ എന്തിനാ ഇവിടേക്ക് വന്നേ? അവനവൻ്റെ കൈ കാണിച്ചു കൊടുക്കും. എൻ്റെ കയ്യിൽ ചെറിയൊരു പറ്റി. ട്രീറ്റ്മെന്റ് എടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സത്യത്തിൽ ഈ ഡോക്ടർ നിന്റെ വൈഫാണോ? ഈ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ വൈഫ് എന്തിനാ ഡോക്ടറായിട്ട് ഇവിടേക്ക് വന്നേ? ഇവള് സിംഗിൾ ആണെന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത്. അതിന് സാക്കുറ പറയും, ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഡോക്ടറായി ഞാനിവിടെ ചാർജ് എടുത്തതെന്ന് പറയും. അതിനുശേഷം സാസുകയും മഞ്ഞത്തലയനും അവർ രണ്ടുപേരും തിരികെ വരികയാണ്. മഞ്ഞത്തലയൻ സാസുകയോട് പറയും, സത്യത്തിൽ എനിക്കും ഒരു ഫിയാൻസി ഉണ്ട്. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരികെ പോയി അവളെ മാരേജ് ചെയ്യും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിന്റെ വൈഫാണ്
ഇവിടുത്തെ ഡോക്ടറെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്തിനാ എപ്പോഴും മാറി മാറി നിൽക്കണേ? അതിന് സാസുക പറയും, എന്റെ ജോലി അത് വില്ലേജിന് പുറത്താണ്, അവളുടെ ജോലി വില്ലേജിനകത്തും. അത് കേട്ട് അവന് ഭയങ്കര ഷോക്ക്. അങ്ങനെ ഒരു ക്യാഷ്വലായിട്ട് ചില കുശലമൊക്കെ പറഞ്ഞ് കടന്ന് മുൻപോട്ടേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു ഡൈനോസർ ആണെങ്കിൽ അവരെ നോക്കി നിൽക്കും. അതിനുശേഷം അത് അവരെ അറ്റാക്ക് ചെയ്യാതെ കടന്നു പോവാണ്. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ സാസുകയോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ചുവന്ന തുണി ഉണ്ടെങ്കിൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. എന്നിട്ട് സാസുക അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യിൽ സാക്കുറ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടുണ്ട്. സോ സാക്കുറയും ചുവന്ന തുണി കാണിച്ചാണ് അതിനെ ഡൈവേർട്ട് ചെയ്തതെന്ന് അവന് മനസ്സിലാവും. സാസുക ഒരുപാട് നേരം കാര്യമായിട്ട് ചിന്തിച്ച് അവൻ ആവശ്യമായിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് ആ മഞ്ഞത്തലേനോട് ചോദിക്കുകയാണ്. അതിനവൻ പറയും, ബുക്കുകളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ലൈബ്രറിയൻ പെൻസില, അവനോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ബുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ പെൻസില. അവനാണെങ്കിൽ ഉള്ള ആൾക്കാരുമൊത്ത് കാർഡ്സ് കളിക്കുകയാണ്. സാക്കുറ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവളെ കണ്ട് പെൻസിൽ ഷോക്ക് ആവാണ്. സാക്കുറ അവനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഈ കാര്യം ഞാൻ ആരോടും പറയില്ല. ഒരു ബുക്ക് അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അതിന് നിന്റെ ചെറിയൊരു സഹായം എനിക്ക് ആവശ്യമാണ്. ഉടനെ അവനാണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് ബുക്കുകളുടെ ലിസ്റ്റ് അത് അവൾക്ക് കാണിക്കുകയാണ്. അവള് മാപ്പ് ഓഫ് ഹെവൻ ബുക്കാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ആ ബുക്ക് വെച്ചിരിക്കുന്ന ബേസ്മെന്റിനെ കുറിച്ച് അവനോട് പറയും. അതിനവൻ പറയും, അയ്യോ ഇല്ല, ബേസ്മെന്റിലേക്ക് എനിക്ക് അങ്ങനെ ആരെയും കടത്തിവിടാൻ കഴിയില്ല. അവിടെ ആയിട്ടുള്ള ഒരുപാട് തിങ്സ് ഉണ്ട്. ചീഫിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കീ തരാൻ പറ്റുകയുള്ളൂ. നീ ചീഫിന്റെ അനുമതിയായിട്ട് വായോ, ഞാൻ കീ തരാമെന്ന് പറയും. അതിന് സാക്കുറ അവനോട് പറയും, ചീഫിന്റെ അനുമതി ഇല്ലാതെ തന്നെ ഞാൻ ഈ കീ അത് സ്വന്തമാക്കും. നമുക്ക് ഗാംബ്ലിംഗ് കളിക്കാം. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നീ കീ എനിക്ക് തരണം, അതല്ല നീയാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ ചീഫിന്റെ അനുമതിയായിട്ട് വരാമെന്ന് പറയും. വേറെ വഴിയില്ലാതെ അവനതിന് ഓക്കെ പറയുകയാണ്. 10 നിമിഷം കാർഡൊക്കെ നിരത്തി വെച്ച് അവരിപ്പോൾ മാച്ച് ആരംഭിക്കുകയാണ്. അവനാണെങ്കിൽ ആ കാർഡ്സ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കും. സാസുകയും മഞ്ഞത്തലേനും എല്ലാവരും ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കുകയാണ്. കളിക്കൊടുവിൽ ഇപ്പൊ നമ്മുടെ സാക്കുറ അവൾ ജയിക്കും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സാക്കുറയാണെങ്കിൽ അവനോട് പറയും, നീ പറഞ്ഞ വാക്ക് പാലിച്ചേ പറ്റൂ, എനിക്ക് ആ കീ തരണം. അങ്ങനെ മനസ്സോട് കൂടെ ആ ബേസ്മെന്റിന്റെ കീ അവനിപ്പോ സാക്കുറയുടെ കയ്യിൽ കൊടുക്കും. അവനാണെങ്കിൽ ഇപ്പൊ ആ ബേസ്മെന്റിന്റെ കീ അവൾക്ക് കൊടുക്കും. നൈറ്റ് സാസുകയും സാക്കുറയും അവർ രണ്ടുപേരും ആ ബേസ്മെന്റ് ലക്ഷ്യമാക്കി പോവാണ്. സാസുകയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ സാക്കുറയോട് ചോദിക്കും, നീ എങ്ങനെയാ അത്ര എളുപ്പത്തിൽ ആ കാർഡ് ഗെയിമിൽ ജയിച്ചത്? അതിന് അവള് പറയും, സത്യത്തിൽ ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഒരു ഗെയിം കളി. ലേഡി സുനൈര് അവരോടൊപ്പം ട്രെയിനിങ് എടുക്കുന്ന ആ നിമിഷം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓരോ കാർഡ്സുകളും ഞാൻ മനപ്പാടമാക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ കളിയിൽ ജയിക്കാറ്. ഇവിടെ ഉണ്ടായിരുന്ന 60 കാർഡ്സിലും പക്ഷേ ഡാമേജസ് ഉള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപയോഗിച്ച് ഈസി ആയിട്ട് ഞാനത് മെമ്മറൈസ് ചെയ്തു എന്ന് പറയും. സാസുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ഒരു നിമിഷം എൻ്റെ പ്രിസൺ ഫ്രണ്ട് ആ മഞ്ഞത്തലയൻ അവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. നിനക്ക് നിന്റെ വൈഫിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലേ? നീ അവരെ ഒറ്റയ്ക്കിട്ട് വരുമ്പോൾ അവർക്ക് വിഷമം തോന്നില്ലേ? സാസുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവളോട് ചോദിക്കും, ഞാൻ ഇതുവരെ ഒരുപാട് മിഷൻസിന് വേണ്ടി തനിച്ചാക്കി പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് വിഷമോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ ചോദ്യം കേട്ട് സാക്കുറ ചിരിക്കും. താങ്കൾ എവിടെയൊക്കെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും താങ്കൾ എൻ്റെ അടുത്ത് തന്നെയാണ്. സോ എനിക്കൊരിക്കലും നിങ്ങളെ മിസ് ചെയ്തിട്ടില്ല എന്ന് പറയും. അതിന് സാസുകയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു റിങ് ഇട്ട് കൊടുക്കും. പിന്നീട് അവർ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് വന്ന് ആ ഒരു ബുക്ക് കണ്ടെത്തും. സാക്കുറ ആ ബുക്ക് ഓപ്പൺ ചെയ്യും. ഇതിലുള്ളത് 12 പേജാണ്. ഈ 12 പേജ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തേടുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞ് അവരത് വളരെയധികം ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആസുകയ്ക്കാണെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അവനാണെങ്കിൽ ക്ഷണവേഗത്തിൽ അതങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ആ ചിത്രങ്ങളെല്ലാം തന്നെ ഓരോരോ ടെയിൽസ് ബീസ്റ്റുകളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഫയർ ആണ് 9 ടെയിൽ ഫോക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 8 ടെയിലിനെ, അങ്ങനെ ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓരോരോ ചിത്രങ്ങൾ. ആരുടെയാണെങ്കിൽ സാസുകയോട് പറയും, ആ ചീഫിന്റെ റൂമിൽ കയറുകയാണെങ്കിൽ നമുക്ക് ആ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. നാളെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. സോ ആ സമയത്ത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നമുക്ക് അവിടേക്ക് കയറാന്ന് പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇവരുടെ ഡിസ്കഷൻ ഇതാരോ മറന്നു നിന്ന് കേട്ട് അവിടുന്ന് ഓടി പോവാണ്. സാസുകയാണെങ്കിൽ ആ കാര്യം കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യും. ഇവിടെ സാസുകയാണെങ്കിൽ സാക്കുറയുടെ പ്ലാൻ അത് മുഴുവനായിട്ടും കേട്ട് മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.